ഒരു മിനിറ്റ്. ഫോർ മസ്കിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന പ്രൈഡിൽപ്പെടുന്ന 4 സിംഹങ്ങളായിരുന്നു ആക്ച്വലി ഈ സ്കാർഫേസ്, മൊറാനി ആൻഡ് സിക്കിയോ ആൻഡ് ഹണ്ടർ. ഒരു പ്രൈഡിന് ഒരിക്കലും ഒരുപാട് കാലത്തേക്ക് അവർക്ക് ഭരിക്കാൻ പറ്റത്തില്ല. കാരണം അത് ആ ഒരു സിംഹങ്ങളുടെ ഒരു രീതിയാണ്. അതുകൊണ്ടിട്ട് ഇതിൽ തന്നെ ഈ 4 മസ്കിറ്റേഴ്സിൽ ഈ പറയുന്ന ഹണ്ടറെ ആദ്യം കാണാതായി, പിന്നീട് സിക്കിയോ മരിച്ചുപോയി. മരിക്കുക മീൻസ് ചത്തുപോയി. അതിനുശേഷം 2 പേരുണ്ടായിരുന്നതാണ് മൊറാനി ആൻഡ് സ്കാർഫേസ്. ഇവർ 2 പേരുമാണ് ആ മാക്സിമം ലൈഫ് സ്പാൻ കവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്കാർഫേസ് മരിക്കുന്നത് വരെയുള്ള എല്ലാ ബാറ്റിലും മൊറാനി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സ്കാർഫേസിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ആസ് എ ബ്രദർ. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഏതൊരാളുടെ പിന്നിലും ഒരു ലേഡി ഉണ്ടെന്ന് പറയുന്ന പോലെ സ്കാർഫേസിൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആയിരുന്നു മൊറാനി. മൊറാനിക്ക് ശേഷം മൊറാനിനെയും കാണാതായി. അതിനുശേഷം പിന്നീട് അടുത്ത പ്രൈഡിലേക്ക് ഈ ഒരു അവകാശം അല്ലെങ്കിൽ അവർക്ക് ഭരിക്കാനുള്ളൊരു അവകാശം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇതൊന്നും വെറുതെ നമ്മൾ പറയുന്നതല്ല. ഇതെല്ലാം നാഷണൽ റെക്കോർഡ്സാണ്. അവരുടേതായിട്ടുള്ള നാഷണൽ റിസർവിലുള്ള റെക്കോർഡ്സുകളാണ്. ഓരോ പ്രൈഡിനും ഓരോ പേരെടുക്കും. ഇപ്പോൾ മൊപ്പാഗോ ഗ്യാങ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഓരോരോ പ്രൈഡുകളുണ്ട്. അല്ലെങ്കിൽ ഓരോരോ സമയത്ത് ഓരോരോ പ്രൈഡുകൾ വന്നിട്ടാണ് ഓരോരോ ടെറിട്ടറി അവർ കൈയടക്കുന്നത്. ചിലപ്പോൾ അതിൽ ഒരു സിംഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലയണായിരിക്കാം ചിലപ്പോൾ അത് മൊത്തത്തിൽ കൊണ്ടു നടക്കുന്നത്. ചിലപ്പോൾ അവരുടെ ആ എൻ്റെ ഒരു ഗ്രൂപ്പായിരിക്കാം. ഈവൻ പ്രൈഡ് ടു പ്രൈഡ് ബാറ്റിലിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. എനിവേസ്, കാരണം ഞാൻ ലാസ്റ്റ് വീഡിയോ ഇത് സ്കാർഫേസിനെ കുറിച്ച് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു ഭയങ്കര തള്ളാണല്ലോ എന്ന്. ഇതൊന്നും തള്ളല്ല, ഇതൊക്കെ ഉള്ളതാണ്, റിയൽ ഫാക്ട്സാണ്.